നമസ്കാരം. ഇന്ന് നല്ല സൂപ്പർ ബനാന കട്ട്ലറ്റ് റെഡിയാക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് 3/4 ബോൾ റവ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ ഇളക്കി കൊടുത്ത് റവ വറുത്ത് കഴിഞ്ഞ് ഇനി പഴുത്ത പഴവും തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്യാം. പഴം കട്ട് ചെയ്ത് ഒരു ട്രേയിൽ വെച്ച് പിന്നെ അടുപ്പത്ത് പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി പഴം വേവിച്ചെടുക്കണം. നല്ലപോലെ വേവിച്ച് കുഴച്ച് വെച്ച് ഇനി വറുത്ത് വെച്ച റവ ചേർത്ത് 2 ടേബിൾ സ്പൂൺ വരെ ചെറിയ തേങ്ങയും ചേർത്ത് 3/4 ബൗൾ പാലൊഴിച്ച് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഇനി 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ഒഴിച്ച് കൊടുത്ത് മാവ് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് ഇനി ഒരു ട്രേയിൽ നെയ്യ് പുരട്ടി ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലപോലെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് ഇനി 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തണുത്ത് വന്ന് ഇപ്പം തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇനി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് ഇനി അടുപ്പത്ത് പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ബനാന കട്ട് ചെയ്ത് പീസ് വെച്ച് കൊടുക്കുക. കട്ട്ലറ്റ് പീസ് എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത് ഒരു ഭാഗം മുരിഞ്ഞ് വന്നപ്പം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം തിരിച്ചിട്ട് കൊടുത്ത് ഇപ്പം സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.